പ്രിയോ എല്ലാവർക്കും നമസ്കാരം. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ മക്കളായി, മക്കളുടെ മക്കളായി ഇതിൽ നിന്നൊക്കെ ഒന്ന് വിട്ടു നിൽക്കണം. ഇതിപ്പോൾ അങ്ങനെയല്ലേ? ഇതിപ്പോൾ കുട്ടിക്ക് ഒരു ഫോൺ വന്നാൽ ഉടനെ നമ്മൾ ചോദിക്കും, ഇത് ആരുടെയാ ഫോണ്? അത് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്. അമ്മമ്മയ്ക്ക് എന്താ ഇതൊക്കെ അറിഞ്ഞിട്ട്? അതൊന്നും ശരിയാവില്ല കേട്ടോ. ഞാനൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്താ അമ്മമ്മയുടെ ചെറുപ്പത്തിൽ നിൻ്റെ അമ്മ അമ്മ എൻ്റെ മൂന്നാമത്തെ കുട്ടിയാണ്, എനിക്കറിയാം. ഈ നിൻ്റെ അമ്മയെ പ്രസവിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഭർത്താവായിട്ടുള്ള നിൻ്റെ മുത്തശ്ശൻ്റെ മുഖം കണ്ടത്. കുട്ടി അന്തം വിട്ടു. അവനാകെ കട്ടർ കൺഫ്യൂഷനിലാവും. നിങ്ങൾ വലിയൊരു സംസ്കാരം അവന് അല്ലെങ്കിൽ അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ കുട്ടി ആയതിനു ശേഷമാണ് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ മുഖം ഒന്ന് ശരിക്ക് കണ്ടത് എന്ന് പറയുമ്പം നിങ്ങളുടെ പുതിയ 3G ഉണ്ടല്ലോ, 3G കംപ്ലീറ്റ് കൺഫ്യൂഷനിലാണ്. ഇതൊന്നും ഇനി നിങ്ങൾ എടുക്കരുത്. നിങ്ങളതുകൊണ്ട് വേണ്ടത് അവരിൽ നിന്ന് എന്തെങ്കിലും പുതിയത് പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കുക. അതുകൊണ്ട് ഇനി കൂടുതൽ അതിലൊന്നും ഇടപെടരുത് അവരുടെ കാര്യത്തിൽ. അപ്പോൾ എന്തു വേണം? റിട്ടയർമെൻറ്റ്. വ്യാസരെ പോലെ വല്ല ഭാഗവതോ അതെന്തെങ്കിലുമൊക്കെ തർജ്ജമ ചെയ്യാനോ വ്യാഖ്യാനം ചെയ്യാനോ ഒക്കെ നിങ്ങളും മുതിർന്നോളൂ. നാമാവലിയൊക്കെ എഴുതിയിട്ടും ഭജന പാട്ട് എഴുതിയിട്ടും അതും ഇതൊക്കെ ആയിട്ട് ഇതിൽ നിന്നൊക്കെ വിരമിക്കണം. നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വീണ്ടും പ്രായമാവുന്നതിനനുസരിച്ച് താക്കോൽ കൂട്ടം കൂടുന്നു മടിക്കുത്തിൽ. എന്നിട്ട് ഇതൊക്കെ എവിടെയാണ് വെച്ചതെന്ന് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ ഇത് ആർക്കെങ്കിലും കൊടുക്കുക അതുമില്ല. $87 വയസ്സായി ഒരു വീട്ടിലൊരമ്മയ്ക്ക്. ഇപ്പോഴും അവരാണ് അരി അളന്നെടുത്ത് കൊടുക്കുക. എന്നാലേ മരുമകളൊക്കെ ഇപ്പോൾ മരുമകൾ എന്ന് പറയുന്നവർ തന്നെ വലിയ പ്രായവും അതും അവർക്ക് തന്നെ, എന്നാലേ ആ വീട്ടിൽ അരി ഇടാവൂ. ഇവരാണ് അളന്നെടുക്കുക. അരി എടുക്കാനുള്ള അധികാരം ഇവർക്കാണ്. ഇങ്ങനെ പലതും നമ്മൾ ആർക്കും ഒന്നും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. എന്നിട്ടോ ഭാഗവതവും രാമായണവും ഒക്കെ ഇങ്ങനെ കേൾക്കുകയും ചെയ്യും. മക്കളായി കഴിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്നൊക്കെ വിരമിക്കണമെന്ന്. നമ്മുടെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായിട്ട് ഇരിക്കട്ടെ. നമ്മുടെ സാന്നിധ്യം അവർക്ക് അലോസരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പുതിയ കുട്ടികളോട് നമ്മൾ ചോദിക്കുന്നത്, നീ സ്കൂളിൽ നിന്ന് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ അവൻ നിന്നെ ഇപ്പോൾ വിളിച്ചത്? എനിക്കതാ മനസ്സിലാവാത്തത്. അപ്പം നീ അവനെ സ്കൂളിൽ കണ്ടില്ലേ? എൻ്റെ അമ്മയ്ക്ക് എന്ത് അല്ല, അതിരിക്കട്ടെ, ഞാൻ നിൻ്റെ അമ്മ ഇങ്ങോട്ട് വരട്ടടാ, എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്, അപ്പോൾ എനിക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ അമ്മമ്മമാരെ നിങ്ങളെ കുട്ടികളെ ഏൽപ്പിക്കരുത്. അവരുടെ മുന്നിൽ നിന്ന് അങ്ങനെ പറയുകയും ചെയ്യരുത്. പറഞ്ഞാൽ പ്രശ്നം. ഇതൊന്നും ബോംബെയിലെ കാര്യമല്ല, ഇതൊക്കെ TV-യിൽ റെക്കോർഡ് ചെയ്യുന്നത് നാട്ടുകാർക്ക് വേണ്ടി പറയുന്നതാണ്. ഇവിടെ പിന്നെ അങ്ങനത്തെ ഇവിടെ നമ്മുടെ വീട് ഫ്ലാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല. നാട്ടിലതല്ല. ഒരുപാട് സംഘർഷങ്ങളുണ്ട് വീട്ടിൽ. ഒരുപാട് ഈ പ്രായമായവർ വല്ലാതെ കുട്ടികളിൽ ഇടപെട്ട് അവർക്ക് ആകെ അസ്വസ്ഥത ഉണ്ടാവും. അവരെ മനസ്സിലാക്കാൻ ഇവർക്ക് പറ്റാതെ വരുന്നു. ഇവർക്കും മനസ്സിലാവുന്നില്ല, അവർക്ക് ഇവരെയും മനസ്സിലാവുന്നില്ല. ഇവരങ്ങനെ ഓരോന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഞാനൊക്കെ പഠിക്കുമ്പോൾ പറഞ്ഞു തൊലക്കി പറയും. മണ്ണെണ്ണ വിളക്കിൻ്റെ ചുവട്ടിലിരുന്നിട്ടാ പഠിച്ചിരുന്നല്ലേ. നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണടാ? അവൻ പറയാം, മണ്ണെണ്ണയുടെ കുറവാ. അതെ. ഒരച്ഛൻ കുട്ടിയോട് പറഞ്ഞു എന്നാ, എബ്രഹാം ലിങ്കൺ പോരട്ടെ. ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയാണല്ലോ. അല്ല, പറയൂ അച്ഛൻ, പറയൂ, കേൾക്കാം. വിളക്കുകാലിൻ്റെ ചുവട്ടിലിരുന്നിട്ട് അമേരിക്കയുടെ പ്രസിഡൻ്റായത് പഠിച്ചിട്ട്. അറിയോ നിനക്ക്? അല്ല, എൻ്റെ ഈ സംശയം അതാ.
അച്ഛൻ്റെ പ്രായത്തിൽ ലിങ്കൺ പ്രസിഡൻ്റായി. അച്ഛൻ ഈ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുണ്ടോ? അച്ഛൻ എത്ര കാലം അവിടെ നടന്ന് നോക്കി. അവസാനം അവരെല്ലാം കൂടെ അച്ഛനെ പുറത്താക്കിയില്ലേ? ഇതാണ് മോൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഈ 2 ജനറേഷൻ വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരു പരാശരനായിട്ട് അല്ല, ഒരു പരാശരൻ വ്യാസരുടെ അച്ഛൻ, അദ്ദേഹവും അതുപോലെയാണ്, നിസ്സംഗനായിരുന്നു. അങ്ങനെ ഒരു സർവസംഘ പരിത്യാഗത്തിൻ്റെ ഉടമസ്ഥതയെ എന്തിൽ നിന്നൊക്കെ ഉള്ള മകൻ, മകള്, ഭാര്യ, ഭർത്താവ്, ധനം, ഇതിൻ്റെയൊക്കെ തൽക്കാലം എന്ന് പറഞ്ഞാൽ ഈ ഉടമസ്ഥതയെ നമ്മൾ കൈയൊഴിയണം. നേരത്തെ തന്നെ ഇത് പരിശീലിച്ച് വെച്ചാൽ നല്ലതാണ്. അതൊരു പരിശീലനം എന്ന നിലയ്ക്ക് വ്യാസർ അവിടെ വളരെ ശക്തനായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇതാ 22-ാമത്തെ ശ്ലോകത്തിൽ നോക്കൂ. നരദേവത്വമാപന്ന സുരകാര്യ ചികീർഷയ സമുദ്ര നിഗ്രഹാദീനി ചക്രേ വീര്യാണ്യത പരം. സമുദ്ര നിഗ്രഹാദീനി, സമുദ്രത്തെ നിഗ്രഹിക്കുക മുതലായിട്ടുള്ള കർമ്മങ്ങളെയാണ് ശ്രീരാമൻ ചെയ്തത്. ശ്രീരാമൻ ആദിദൈവികമായ താപത്തിൻ്റെ ആദിദൈവികമായ കാര്യങ്ങളെയാണ് ചെയ്തത്. ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണ വിധി ഭുവോ ഭഗവാനഹരത് ഭരം. 19ഉം 20ഉം ബലരാമനും ശ്രീകൃഷ്ണൻ. ബലരാമൻ പറഞ്ഞുവല്ലോ, ആധ്യാത്മികം, പരശുരാമൻ ആദിഭൗതികം, ശ്രീരാമൻ ആദിദൈവികം. ശ്രീകൃഷ്ണനോ ഭഗവാൻ പൂർണ്ണാവതാരം. ശ്രീകൃഷ്ണനിലാണ് പൂർണ്ണത നമ്മൾ കാണുന്നത്. അതുകൊണ്ട് കൃഷ്ണൻ എല്ലാ വഴികളിലൂടെയും സഞ്ചരിച്ചവനാണ്. കൃഷ്ണന് ശത്രുക്കളുണ്ടായിരുന്നു, മിത്രങ്ങളുണ്ടായിരുന്നു. യോദ്ധാവിൻ്റെ കൂടെ എവിടെയാണ് കൃഷ്ണനെ നമ്മൾ കാണാത്തത്? ഒരു സമ്പൂർണമായ സമഗ്രമായ വ്യക്തിത്വം, നമ്മൾ പറയുമല്ലോ മൾട്ടി ഡയമെൻഷൻ എന്ന്, അതായിരുന്നു കൃഷ്ണൻ. എല്ലാ വഴികളിലൂടെയും യാത്ര ചെയ്ത ആളാണ്. അതാണ് സമ്പൂർണം എന്ന് പറയും. ഭാഗികമല്ല കൃഷ്ണൻ. ശ്രീരാമനെ പോലെയല്ല ശ്രീകൃഷ്ണൻ. അപ്പോൾ ശ്രീരാമനോട് 2 പരിചയമില്ലാത്ത സ്ത്രീകൾ വന്ന് ഡാൻസ് കളിക്കാമോ എന്ന് ചോദിച്ചാൽ, അയ്യോ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്, നിങ്ങൾ സീതയായിട്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി എന്ന് പറഞ്ഞു. കൃഷ്ണനാണെങ്കിൽ 2 അല്ല 20,000 ആയാലും കുഴപ്പമൊന്നുമില്ല. മൂപ്പര് ഡാൻസും ചെയ്യും, പാട്ടും പാടും. അതേപോലെ തന്നെ യുദ്ധത്തിനും എല്ലാറ്റിനും കൃഷ്ണൻ, അത് സർവത്തിൻ്റെയും എന്താ പറയുക, സമ്മിശ്രമാണ് കൃഷ്ണൻ. സമ്പൂർണമാണ് കൃഷ്ണൻ. പൂർണ്ണമായി നിൽക്കുന്നത് യാതൊന്നോ അതാണ് കൃഷ്ണൻ. അതുകൊണ്ട് അത് എല്ലാറ്റിലുമുണ്ട്. അതാണ് കൃഷ്ണൻ്റെ പ്രത്യേകത. അപ്പോൾ ഏകോനവിംശേ വിംശതിമേ വൃഷ്ണിഷു പ്രാപ്യ ജന്മനി രാമകൃഷ്ണ വിധി ഭുവോ ഭഗവാനഹരത്പരം. എന്താ ഭഗവാൻ ചെയ്തത്? ഭഗവാൻ കൃഷ്ണൻ ഭൂമിയുടെ ഭാരത്തെ കുറച്ചു. തുടർന്നുള്ള അവതാരങ്ങൾ തത കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംന ജനസുത കീകടേഷു ഭവിഷ്യത്. ബുദ്ധൻ, ഈ ബുദ്ധൻ്റെ കാര്യത്തിൽ 2 അഭിപ്രായങ്ങളുണ്ട് ആചാര്യന്മാർക്ക്, പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർക്ക്. ഇപ്പോഴത്തെവർക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെയാണ്. ബോധോദയം വന്നവൻ എന്നാണ് ബുദ്ധൻ. അപ്പോൾ സിദ്ധാർത്ഥ രാജകുമാരനാണ് എന്നും അല്ല എന്നും 2 പക്ഷങ്ങളുണ്ട്. എന്തോ ആവട്ടെ. ഇപ്പം നമുക്ക് സിദ്ധാർത്ഥൻ്റെ ജീവിതത്തെ എടുത്താൽ അത് ഈ നിസ്സംഗതയുടെ അവതാരമാണ്. സർവസംഘ പരിത്യാഗത്തിൻ്റെ മൂർത്തിയാണ് ബുദ്ധൻ. കൊട്ടാരം, ശുദ്ധോധന മഹാരാജാവിൻ്റെ കൊട്ടാരം ഉപേക്ഷിക്കുന്നു, ഭാര്യയെ ഉപേക്ഷിക്കുന്നു, ഭാര്യ യശോധര, മകൻ രാഹുലൻ, ഇതൊക്കെ ഉപേക്ഷിച്ച് സർവസംഘ പരിത്യാഗത്തിൻ്റെ മാർഗത്തിലേക്ക് പോകുന്നു. അവിടെ ഒരു പരിത്യാഗമുണ്ട്. ഇവിടെ ഭാഗവതം പറയുമ്പം ഭവിഷ്യതീന്നാ, ഭവിക്കുമെന്നാ പറയും. എന്ന് പറഞ്ഞാൽ നമ്മളും ഇതേപോലെ ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിക്കണം. എന്തായാലും ഇവിടുന്ന് പോകും. ബുദ്ധൻ പോയതുപോലെ അല്ലെങ്കിലും വേറൊരു വിധത്തിൽ പോകണം. ഇതൊക്കെ ഉപേക്ഷിച്ച് പോകണം. നേരത്തെ കാലത്താണെങ്കിലോ, നേരത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അറിവോടുകൂടി
പണ്ടൊരാൾക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ, ആശ്രമത്തിൽ ഗുരു പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ വീട് ഇങ്ങനെയൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആണ് ആദ്യം മരിക്കുന്നതെങ്കിൽ ആ വേദന കൊണ്ട് അവൾ മരിക്കുമെന്ന് പറയും. അപ്പോൾ ഗുരു പറഞ്ഞു, അതൊക്കെ വെറുതെയാണ്. അല്ല സ്വാമി, അങ്ങനെയാണ് ഞങ്ങൾ. പരീക്ഷിക്കുന്നോന്ന് ചോദിച്ചു. പരീക്ഷിക്കാം. അപ്പോൾ സ്വാമിയാരൊരു ഗുളിക കൊടുത്തു. മരിക്കാനുള്ളതല്ല, മരിച്ച പോലെ ആവും. അദ്ദേഹം പറഞ്ഞു, എന്നാ ഇത് കഴിക്കുക, വെള്ളവും കുടിച്ചിട്ട് ഇങ്ങനെ കിടക്കുക. അദ്ദേഹം അതേപോലെ കഴിച്ചിട്ട് അങ്ങോട്ട് കിടന്നു. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴോ മരിച്ച പോലെയായി. കൈ ഇങ്ങനെയാണ് അത്ര. ആളുകൾ എന്തൊക്കെ നോക്കിയിട്ടും കൈ ഇങ്ങനെയാവുന്നില്ല. ആദ്യം കുറേ പേര് കരച്ചിലും വിളിച്ചിലും ബഹളങ്ങളൊക്കെ ആക്കി. ഈ ശവം പുറത്തേക്ക് എടുക്കണ്ടേ, കൈ ഇങ്ങനെയാവുമ്പം വാതിൽ പൊളിക്കേണ്ടി വരും. ആരോ പറഞ്ഞു, എന്നാൽ വാതിൽ പൊളിക്കാമെന്ന്. അപ്പോൾ ഭാര്യ പറഞ്ഞു, അത്ര അത് വേണ്ട, കൈക്ക് 2 അടി കൊടുത്താൽ മതി, ഒടിച്ചങ്ങോട്ട് ചേർത്ത് വെച്ചാൽ പോരെ. കാരണം കട്ടിള പൊളിക്കേണ്ട, ഈ കട്ടിള വീട് അടുത്തുണ്ടാക്കിയതാണ്. ഇങ്ങനെയൊക്കെ അദ്ദേഹം കേട്ടപ്പം വേഗം എണീറ്റു എന്നാണ്. അപ്പോഴേക്കും സ്വാമിയാർ അവിടെ വന്ന് നിൽക്കുന്നത്. ഒന്ന് പോവാ സ്വാമി, ഇനി വൈകണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് തോന്നും, ശങ്കരാചാര്യർ ഭജഗോവിന്ദത്തിൽ പറയുന്നുണ്ട്, ഗതവതി വായൗ ദേഹാപായേ ഭാര്യ ബിഭ്യതി തസ്മിൻ കായേ. ആചാര്യസ്വാമികൾ പറയുന്നതാ, ഗതവതി വായൗ ദേഹാപായേ, ശരീരത്തിൽ നിന്ന് വായു പോയി എന്നിരിക്കട്ടെ, തസ്മിൻ കായേ, ആ ശരീരത്തെ ഭാര്യ ബിഭ്യതി, ഭാര്യ ഭയക്കും ഭർത്താവിൻ്റെ ശരീരത്തെ, ഭർത്താവ് ഭാര്യയുടെ ശരീരത്തെയും ഭയക്കും. അഥവാ മൃതശരീരമായിരുന്ന ആ മൃതശരീരം അങ്ങനെ ആ കൂട്ടിൽ അങ്ങനെ ഇരിക്കുകയല്ല, കിടക്കുക. അപ്പോൾ ഇവരിങ്ങനെ നോക്കിയപ്പോൾ അത് ചിരിച്ചാലോ, ഇവർ എണീറ്റ് ഓടും. വീട്ടിലെല്ലാവരും എണീറ്റ് ഓടും. അതോ സന്തോഷം കൊണ്ട് അയ്യോ വേഗം പെട്ടിന്ന് പുറത്തെടുക്കുമോ, എടാ ഓടിക്കടാ എന്ന് പറയും മക്കളും ഇവിടെ എല്ലാം. വലിയ കോമഡിയായി ഇത്. നമ്മുടെ കൂടെ കിടക്കുമ്പോഴാണ് മരിച്ചത് എന്നിരിക്കട്ടെ, നമ്മൾ ഉറക്കത്തിൽ അറിഞ്ഞിട്ടില്ല, രാവിലെ ആയപ്പോഴാണ് അറിഞ്ഞത്. എന്നാൽ വേണ്ടപ്പെട്ടവർ വരാൻ 1 ദിവസം കൂടെ എടുക്കും. ആ 1 ദിവസം കൂടെ നമ്മൾ കിടക്കുമോ അടുത്ത്? ശീതീകരിച്ച പെട്ടി തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൊട്ടടുത്ത് കിടക്കുമോ? കിടക്കൂല. അവിടെ കിടത്ത ആരെയാണെന്നറിയോ? ഈ ഒരു പരിചയമില്ലാത്ത ഒരാളെ കാവലിരുത്തും. മോനെ നീ ഒന്ന് നോക്കിക്കുക എന്ന് പറയും. അതല്ലെങ്കിലോ ആശുപത്രിയുടെ മോർച്ചറിയിൽ വയ്ക്കും. വീട്ടിലാരും കൊണ്ടുവന്ന് വയ്ക്കില്ല. എന്നാൽ അവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് അത്ര നേരം കാണാൻ. നമ്മൾ ഈ ശരീരത്തെ അല്ല സ്നേഹിച്ചത്, അതിനപ്പുറത്തൊന്നും ഉണ്ടായിരുന്നു. ശരീരത്തിലിരിക്കെ അതിനെ അറിഞ്ഞില്ല എന്നുള്ളതാ പ്രശ്നം. ശരീരത്തിൽ നിന്ന് വിട്ടു കഴിഞ്ഞപ്പോഴേ ഈ നഷ്ടബോധമാണ് നമ്മുടെ ദുഃഖത്തിന് കാരണം. അപ്പോൾ ഈ ഒരു പരിത്യാഗം, വീട് വിട്ട് ഇറങ്ങൽ എന്നൊക്കെ പറഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഇറങ്ങലാണ്, എല്ലാറ്റിൽ നിന്നുള്ള ഒരു ഇറങ്ങലുണ്ട്. തതക്കലൗ സംപ്രവൃത്തെ സമ്മോഹായ സുരദ്വിഷാം ബുദ്ധോ നാംന ജനസുത കീകടേഷു ഭവിഷ്യതി. സർവസംഘ പരിത്യാഗത്തിൻ്റെ ഈ 14ാമത്തത് മുതൽ ഓരോന്നും പരിത്യജിക്കുന്നതാണ്. അടുത്തത് പറയുന്നത് അദാസൗ യുഗസന്ധ്യായാം ദസ്യു പ്രായേഷു രാജസോ ജനിത വിഷ്ണു യശസോ നാംന കൽക്കിർ ജഗത്പതി. ജഗത്പതിയായ കൽക്കി അവതരിക്കുന്ന, ഇത് അവതരിക്കും എന്ന് പറയുന്നത് എന്തിനായിക്കൊണ്ട് പറയണു? അത യുഗസന്ധ്യായാം, അദാസോ യുഗസന്ധ്യായാം. പിന്നെ ഈ ഓരോ യുഗത്തിൻ്റെ അവസാനത്തിൽ, യുഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ സന്ധ്യ രാവിലെ ഒരു യുഗമാണ്, ഉച്ചയ്ക്ക് ഒന്നാണ്, വൈകിട്ട് ഒക്കെ യുഗം തന്നെ. യുജിര് സമാധൗ മേളനെ. ഓരോ യുഗസന്ധ്യയിൽ ഈ പ്രകൃതിയിൽ എങ്ങനെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ നന്നായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.
രാജസു ദസ്യുപ്രായേഷു എന്നാണ് പറയുന്നത്. രാജാക്കന്മാർ, ഇത് നമ്മുടെ എന്താ പറയുക, വ്യഷ്ടി തലത്തിലും സമഷ്ടി തലത്തിലും ഒരുപോലെ പ്രായോഗികമാണ്. രാജാക്കന്മാർ ദുഷിക്കുമ്പോൾ നമ്മൾ രാജാക്കന്മാർ ഇന്ദ്രിയങ്ങളാണ് ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നത്. മറ്റേത് നാട് ഭരിക്കുന്നവർ രാജാക്കന്മാർ. ആ രാജാക്കന്മാർ ദസ്യുപ്രായേഷു എന്ന് പറയുമ്പോൾ, ദസ്യുപ്രായേഷു എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് സമന്മാരായിരിക്കുമ്പോൾ എന്നാ. കള്ളൻ, മഹാഭാരതത്തിലൊക്കെ ഇതിനെ വളരെ ശക്തമായ ഭാഷയിലാണ്. മഹാഭാരതത്തിലല്ല, ഭാഗവതത്തിൽ തന്നെയുണ്ട്. ഭൂമി ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അവസാനം. ഈ എന്താ പറയുക, ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷിത്തിനെ ശരിക്കിങ്ങനെ ശരിക്ക് കശാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രാജാക്കന്മാർ മൂഢന്മാരാണെന്ന് പറയാം. എന്ത് ഗംഭീര പറച്ചിലാണെന്നറിയോ പറയുന്നത്? മൂഢന്മാരും വിഡ്ഢികളുമായിട്ടുള്ള നിങ്ങൾ രാജാക്കന്മാർ ശരീരത്തെ പരിത്യജിക്കുന്നതിന് യുദ്ധം ചെയ്യാൻ യുദ്ധഭൂമിയിൽ വരും. ഭയങ്കര ഒരു ഫിലോസഫിയാണ്. യുദ്ധഭൂമിയിൽ നിങ്ങൾ ശരീരത്തെ തന്നെ ത്യജിച്ചുകൊണ്ട് നിർഭയരെന്ന് അഭിമാനിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ യുദ്ധം ചെയ്യുന്ന ഭീരുക്കളെ, എടോ ഞാനെന്നും എൻ്റേതെന്നും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഈ സ്വരാജ്യ സാമ്രാട്ടുകളാകില്ലേ നിങ്ങൾ എന്നാ ചോദ്യം. ഇതൊരു ഗംഭീര ചോദ്യമാണ്. ഞാനെന്നും എൻ്റേതെന്നുമുള്ള അഹങ്കാരത്തിൽ നിന്ന് ശരീരത്തെ തന്നെ ത്യജിക്കാൻ വേണ്ടി വാളും പരിചയമെടുത്ത് വന്ന് ഇങ്ങനെ തമ്മാമിൽ വെട്ടിമരിക്കുന്ന നിങ്ങൾ ഭീരുക്കളാണ്. നിങ്ങളുടെ ധാരണ നിങ്ങൾ ധീരന്മാരെന്ന്. ധീരൻ്റെ ലക്ഷണം എന്താണ്? ഉടമസ്ഥതയെ കയ്യൊഴിയലാണ്. ഈ ഉടമസ്ഥതയെ മുഴുവൻ കയ്യൊഴിയുമ്പോഴോ നിങ്ങൾ സ്വരാജ്യ സാമ്രാട്ടുകളാകുന്നു. ഗംഭീര പറച്ചിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വിശദീകരിക്കുന്നുണ്ട് പല്ലക്കിലേന്തി പോകുന്ന രാജാവിൻ്റെ കാര്യങ്ങളും എല്ലാം. നിങ്ങൾ രാജാക്കന്മാരെന്ന് പറഞ്ഞ് നിങ്ങൾ ജനങ്ങളെ സംരക്ഷിക്കുന്നവരാണെന്ന് നിങ്ങൾ പറയുന്നു. വാസ്തവത്തിൽ നിങ്ങൾ കള്ളന്മാരാണ്. ഇതൊക്കെ പറയുന്നത് ശ്രീശുഖ ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയുക. ഗംഭീര പറച്ചില്ല. അപ്പോൾ അവിടെ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾക്ക് റേഷൻ കാർഡ് ശരിയാക്കുന്ന ആവശ്യത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി 100 രൂപ കൈക്കൂലി മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ കാര്യമൊന്നുമല്ല, ഒരു പ്രധാനമന്ത്രി ഒരു 100 രൂപ കൈക്കൂലി മേടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതിന് സമം എന്നാ പറയുന്നത്. ദസ്യു പ്രായേഷു രാജസു. ഇനി അങ്ങോട്ട് കാട്ടുകള്ളന്മാരാകാൻ ഇല്ലാത്ത വിധത്തിൽ നാട് മുടിയുന്ന സമയത്ത് എന്താണ്? വിഷ്ണു യശസ നാംന കൽക്കി ജഗത്പതി. വിഷ്ണു യശസ്സിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്കാണ് വിഷ്ണു യശസ്. എന്താ വിഷ്ണു എന്ന് പറഞ്ഞാൽ? ദേവേഷ്ടി വ്യാപ്നോതി വിഷ്ണു എന്നാണ്. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഏതോ അതാണ് വിഷ്ണു. ആ വിഷ്ണു യശസ്സിൽ കൽക്കി അവതരിക്കുന്നു. വിഷ്ണു യശസ് എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ കൽക്കി എന്ന് പറഞ്ഞാൽ ബാലറ്റ് പേപ്പർ തന്നെ കൽക്കി. ഈ രാജാക്കന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കുന്ന ആധുനിക കാലത്തിലെ കൽക്കി ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ചിന്തിക്കുമ്പം നമ്മുടെ വോട്ടിംഗ് പവർ തന്നെയാണ് ഈ കള്ളന്മാരെ പുറത്താക്കുന്നത്. എവിടെയും ലോകത്തിൽ എന്തൊക്കെ കഴിഞ്ഞ കാല സംഭവങ്ങളിൽ, വളരെ പിറകിലേക്കൊന്നും സ്വാമി പോകുന്നില്ല, യൂറോപ്പിലായിട്ടുള്ള മാറ്റങ്ങൾ നോക്കൂ. ഗ്ലാസ്നോസ്ത് പെരിസ്ട്രോയിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോർബച്ചേവിൻ്റെ കാലത്ത് USSRലും മറ്റും ഉണ്ടായിട്ടുള്ളത്. പിന്നീട് രാഷ്ട്രങ്ങൾ വിഭജിക്കുന്നത്, ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ വീണ്ടും രൂപപ്പെടുന്നത്, ചൈനയിലുണ്ടായിട്ടുള്ള ടിയാൻമെൻ സ്ക്വയറിൽ ഉണ്ടായിട്ടുള്ളതും അതിനു മുമ്പുണ്ടായിട്ടുള്ളതും, അറേബ്യൻ സ്പ്രിങ്സ് എന്ന പേരിൽ അറേബ്യൻ നാടുകളിലുണ്ടായിട്ടുള്ളത്, എന്തിന് നമ്മുടെ ഡൽഹിയിൽ ആം ആദ്മി പോലും വന്നത് എന്തിലാ? ഒരു ഈ വിഷ്ണു യശസ്സാണ്. ജനങ്ങളൊരു മാറ്റത്തിന് വേണ്ടി, ഇപ്പോൾ ആം ആദ്മി എന്ന് പറഞ്ഞാൽ അടി കിട്ടും, അത് വേറെ. അതെ, ഈ ആപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോലും ഒരു വീട്ടമ്മ ചൂലെടുത്തിട്ടില്ല. ആ വീട്ടമ്മയുടെ കൈ പൊക്കിയിട്ട് സംസാരിച്ചപ്പോൾ പല സാഹിത്യകാരന്മാരും പറഞ്ഞു അവളുടെ കയ്യിലൊരു ചൂലുണ്ട് എന്ന്. ചൂലൊന്നും ഇല്ല, എന്നാലും അവർ പറഞ്ഞു ഇതിലൊരു ചൂലില്ലേ എന്ന്. ആളെയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന അല്ലേ? സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്ന സമയത്ത് അവർ സ്കൂട്ടറിൽ വന്നിട്ട് 4-5 വർത്തമാനം, യാത് ജ്വാലികളൊന്നും ഇല്ലേ? അപ്പം ആരൊക്കെയോ പറഞ്ഞു പ്രതികരിച്ചു. നേതാക്കന്മാരോട് പ്രതികരിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു.
നമ്മുടെ ആരോ ഒരു വിദ്വാൻ 5 ലക്ഷം രൂപയും ഓഫർ ചെയ്തു. അപ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് ഭയങ്കര ഉശിരാണ് നാട്ടിൽ. ആരെങ്കിലുമൊക്കെ ഓഫർ ചെയ്താലോ എന്ന് വിചാരിച്ച് എല്ലാറ്റിനും പ്രതികരിക്കുക. പറഞ്ഞു വരുന്നത് വിഷ്ണു യശസ് എന്ന് പറയുമ്പം വേവേഷ്ടി വ്യാപ്നോതി ഇത് വിഷ്ണു. ഈ വർഗസമരങ്ങളൊക്കെ മാറ്റത്തിന് നിയമങ്ങൾ, മാറ്റം എന്ന് പറഞ്ഞ് ഇത്തരം ഇവിടെ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. രാജാക്കന്മാർ ദുഷിക്കുമ്പോൾ ആ രാജാക്കന്മാരെ ഉന്മൂലനം ചെയ്യുന്ന ശക്തി വളരെ കൃത്യമാണ്. അതെന്താണ്? ആധുനിക ഭാഷയിൽ ഈ പറഞ്ഞതൊക്കെയാണ്. അത് ഓരോ കാലത്തിനും അനുസരിച്ച് പാർലമെൻ്ററി വ്യവസ്ഥിതിയിൽ, ജനായത്ത ഭരണത്തിൽ അത്തരത്തിലുള്ള മാറ്റങ്ങളായിരിക്കും. ഏകാധിപത്യത്തിൽ അവരെ തൂത്തെറിയുന്ന എന്താ പറയുക, ഈജിപ്തിലും മറ്റും ഉണ്ടായിട്ടുള്ള മറ്റുള്ളത്, അങ്ങനെ ഓരോ രാജ്യങ്ങളിൽ അതിനനുസൃതമായിട്ട് ഓരോന്ന് രൂപപ്പെടും. അവിടെയൊക്കെ ജനശക്തി വളരെ പ്രധാനമാണ്. സോഷ്യൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഉദാഹരണം ഈ വിഷ്ണു യശസ്സിൻ്റെ ഒരു തലമാണ്. ഇങ്ങനെ പറയുന്നു, അവതാരങ്ങൾ അസംഖ്യങ്ങളാണ്. ഇതൊക്കെ നദിയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു തടാകത്തിൽ നിന്നുള്ള ചെറു ചെറു കൈവഴികളായി ഒഴുകുന്നത് പോലെയാണ്. ഇതാണ് അവതാരങ്ങൾ.